15 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് പിന്നെ 10 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി അടുത്ത കാറ് വാങ്ങിക്കുന്നവരെ ഈ 10 പൈസ കൊടുത്ത അപ്പച്ചൻ്റെ വീട്ടിലുണ്ട്. ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുക. ഞാൻ പറയുന്നത് യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഈ ചേഞ്ചസ് ഒരു 300 ഇയേഴ്സ്, കാരണം അവിടെയൊക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ഉണ്ടായിട്ടൊരു 1600 ചില്ലാനത്തിലൊക്കെ അല്ലേ. അപ്പോൾ ഒരു 3-4 നൂറ്റാണ്ട് കൊണ്ടാണ് ഈ സ്ലോ ചേഞ്ച് ആയിരുന്നു. നമ്മുടെ അവിടെ ഈ അഗ്രികൾച്ചർ ബേസ്ഡ് നമ്മൾ ഈ ഒരു മോഡേൺ സൊസൈറ്റിയിലേക്ക് മാറി കഴിഞ്ഞ 40 വർഷം കൊണ്ടാണ്. ഈ 400 വർഷം കൊണ്ട് വെസ്റ്റേൺ വേൾഡിലുണ്ടായ സ്ലോ ചേഞ്ച് 40 വർഷം കൊണ്ട് നമ്മുടെ ഇവിടെ ഉണ്ടായി. ആ ഒരു മാറ്റത്തിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുക, ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ ഒരു ചെരുപ്പ് ലക്ഷറി അല്ലായിരുന്നു 40 വർഷം മുമ്പേ. 50 വർഷം മുമ്പേ ചെരുപ്പിടാത്ത ഒത്തിരി പേര് രാജ്യത്തുണ്ടായിരുന്നു, ഒരു ലക്ഷറി ആയിരുന്നു, ശരിയല്ലേ? ഈ ചെരുപ്പ് ലക്ഷറി ആയിരുന്ന കരുതുന്ന വീട്ടിൽ ഇപ്പോൾ ഒരാൾക്ക് എത്ര ചെരുപ്പുണ്ട്? അത് എത്ര വിലയുള്ളതാണ്? ഇതാണ് ഈ 40 വർഷത്തെ മാറ്റം, ആണോ? ശരിയല്ലേ? 10, 23, 25 വയസ്സുള്ള പിള്ളേർ കൈ നിറച്ച് 2 ലക്ഷം 1 ലക്ഷം ഒക്കെ ഇന്ത്യയിൽ ശമ്പളം വാങ്ങിക്കുന്നു. മറ്റേ ആൾ ചിലപ്പം റിട്ടയർഡ് ആയപ്പം പോലും അത്രയും രൂപ ഒന്നിച്ച് കിട്ടി കാണത്തില്ല. ഈ രണ്ടുപേരും ഒരു വീട്ടിൽ. അപ്പം മണിയെക്കുറിച്ചുള്ള വാല്യൂ എല്ലാം, ഈവൻ ഭരണം, സ്നേഹപ്രകടനം തന്നെ. നമ്മൾ ഈസ്റ്റർ സ്നേഹമൊന്നും കാണിക്കത്തില്ലായിരുന്നു. പിള്ളേർ, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ സ്നേഹം ഭാര്യയോടെല്ലാം ഉണ്ടായിരുന്നു, പിള്ളേരോടുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് കാണിക്കത്തില്ല. കാരണം പുറത്ത് കാണിച്ചാൽ പിള്ളേരും ഭാര്യയൊക്കെ തലയിൽ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളി വെച്ചേക്കേ ഉള്ളൂ, പ്രവൃത്തി കൂടെ കാണിക്കത്തേ ഉള്ളൂ. പറച്ചില്ലോ സംസാരമൊന്നും അപ്രോച്ചബിളും അല്ലായിരുന്നു, അല്ലേ? ഇന്ന് അങ്ങനെ ഒരു അപ്പം ഫങ്ഷൻ ചെയ്ത അയാളുടെ സ്ഥിതി എന്തായിരിക്കും? 40 വർഷം മുമ്പേ ഉള്ളവർ നോർമൽ അപ്പൻ, ഇന്ന് ആ അപ്പൻ ആ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഫങ്ഷൻ ചെയ്താൽ സ്ഥിതി എന്തായിരിക്കും, അല്ലേ? അങ്ങനെ ഒരു ഭർത്താവിനെ ആരെങ്കിലും ടോളറേറ്റ് ചെയ്യും? ഇല്ല. കാരണം പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് സ്നേഹം വണ്ടി ഇരുന്നപ്പോൾ കെട്ടിപ്പിടിച്ചില്ല, നിങ്ങൾ പിള്ളേരെ മുന്നിൽ വെച്ച് ഹഗ് ചെയ്തില്ല, കാറിൽ ഇരുന്നപ്പം ചേർന്നിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലും വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്ന ആളുകളിപ്പോൾ ഉണ്ട്. ഇതൊന്നും ഞാൻ 35 വർഷം മുമ്പേ കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഇതൊന്നും പ്രശ്നമല്ലായിരുന്നു. അടിക്കുന്നു, ഇടിക്കുന്നു, കൊല്ലുന്നു എന്നൊക്കെ ആയിരുന്നു. ഇപ്പം അത്തരം വിഷയങ്ങളൊന്നുമല്ല. ചിരിക്കത്തില്ല, തമാശക്കാരനല്ലാത്തതുകൊണ്ട് ഇവനെ വേണ്ടെന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലുണ്ട്. അമേരിക്കയിലെ കാര്യമൊന്നും പറഞ്ഞു. എനിക്ക് ക്ലയൻസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു ടീച്ചർ വന്നു, ജസ്റ്റ് കള്ളു കുടിക്കുമോ അടിക്കുമോ ഒന്നുമില്ല, ഒട്ടും ഐ കനോട്ട് ടോളറേറ്റ് ചെയ്യും, അതിനോടൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല, ഒരു തമാശ ഇല്ലാത്ത ഒരു തെറ്റ് എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി. ഞാൻ കേട്ട കഥകളായി പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ആ മാറ്റം 40 വർഷത്തിനകം കൊണ്ട് ഭയങ്കരമായിട്ട് ആളുകൾ മാറുക. ഈ മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് വന്നപ്പം മിണ്ടാത്ത ഒരാൾ പെട്ടെന്ന് മിണ്ടാത്ത അപ്രോച്ചബിൾ അല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ രസികനല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് രസികനാകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അത് പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആകാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ കുറച്ചൊത്തിരി മാറി. പക്ഷെ ചിലർക്ക് ഒട്ടും, ചിലരാണെങ്കിൽ പെട്ടെന്ന് മാറാത്തവരുണ്ട്. ചില പ്രായമുള്ളവർ പോലും മാറിയവരുണ്ട്, ഉണ്ടോ ഇല്ലയോ? പ്രായമുള്ളവർ പോലും നേച്ചർ ഒത്തിരി മാറ്റി കാലത്തിനനുസരിച്ച് മാറുന്നവർ, അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. ചിലർ റിജിഡാണ്, ഒട്ടും അഡാപ്റ്റ് ചെയ്യത്തില്ല. അഡാപ്റ്റ് ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ? കാരണം ഈ ഒരു തലമുറയിൽ തന്നെ വർഷങ്ങൾക്കകമാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഓരോ കാര്യത്തിലുണ്ടാകുന്നത്. ചെറിയ മാറ്റമാണോ? അല്ലേ? ഈയിടെ ഒരു മോള് വേറെ കൗൺസിലിംഗ് വന്നപ്പോൾ അവൾ എൻ്റെ മുന്നിൽ ഇരുന്ന് വല്ലാതെ കരഞ്ഞ്. എന്തുവാ? പപ്പ ഹോസ്റ്റലിൽ വന്നപ്പം കേക്ക് കൊണ്ട് വന്നു, ബർത്ത്ഡേ കേക്ക് കൊണ്ട് തന്നു. പക്ഷേ മുറിച്ച് എൻ്റെ വായിൽ വെച്ച് കൊടുത്തു, പക്ഷേ ഹഗ് ചെയ്യാതെ പോയി. അതവിടെ ഒരു 23 വയസ്സുകാരി ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂട്ടുകാരിയുടെ വന്നപ്പോൾ അവിടെ കേക്ക് വായി വെച്ച് കൊടുക്കുകയും ചെയ്തു, ഹഗ്ഗും ചെയ്തു. പപ്പ എനിക്ക് കേക്ക് മുറിച്ച് തന്നു, വായി വെച്ച് തന്നില്ല, ഹഗ് ചെയ്തില്ല. അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായി അപ്സെറ്റ് ആകുന്നു. ഈ അപ്പനെ എനിക്കറിയാം. ഈ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പുള്ളിയുടെ അപ്പനെക്കുറിച്ച്. പുള്ളി ഫ്രണ്ടിലിരുന്ന്, ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഈ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വീട്ടിലെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഫ്രണ്ട് വാതിലിൽ കൂടി ഈ മനുഷ്യൻ കയറിയിട്ടില്ല. ഒരു കാര്യം അപ്പനോട് നേരിട്ട് പറഞ്ഞിട്ടില്ല, അമ്മ വഴി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൻ്റെ മുറി കയറാനോ മടിയിലിരിക്കാനോ ഒരിക്കലും ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഈ അപ്പനാണ് മോക്ക് വേണ്ടി കേക്കും കൊണ്ട് ഇവിടെ പോയത്. അപ്പോൾ അയാൾ എന്തുമാത്രം അയഞ്ഞു. പക്ഷെ ഇത്രയും അയഞ്ഞിട്ടും കൊച്ചിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റുന്നില്ല. ഗ്യാപ്പ് നിങ്ങൾ നോക്കിയേ, അപ്പൻ്റെ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ നോക്കിയേ. ഈ കഥയല്ല, ഒറിജിനൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു അപ്പനെ അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും കുട്ടിയുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റില്ല. അത്രയ്ക്ക് ഗ്യാപ്പാണ് 2 തലമുറ തമ്മിൽ എക്സ്പ്രഷനിലൊക്കെ ഉള്ളത്. അത് അധികാരത്തിലും ബഹുമാനത്തിലും എല്ലാത്തിലും മാറി, അല്ലേ? ഇപ്പോൾ ഒരു പെങ്കൊച്ച്, പണ്ട് നമ്മൾ ഇതിന് എന്താ ആരും വന്ന അകത്ത് പൊടി എന്ന് പറയും. ഇപ്പോൾ ഒരു പെങ്കൊച്ചിനോട് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും?
10 വർഷം കൂടെ കഴിഞ്ഞാൽ കേസ് കൊടുക്കും. അത്രയ്ക്ക് മാറ്റമാണ്. കാരണം ഇപ്പോൾ അവരപ്പോഴേ ഒഫൻഡീവ് ആയിട്ട് സംസാരിക്കും. ഇപ്പോൾ ഒരു കൊച്ചിനോട് ഡിസ്ക്രിമിനേഷൻ ചെയ്ത് നീ പെങ്കൊച്ച മാറി അകത്ത് പോയെന്ന് പറഞ്ഞാൽ ഷീ ഫീൽ ഒഫൻഡഡ്. മനസ്സിലായി? അതേസമയം ദാറ്റ് വാസ് എ നോർമൽ സെൻറ്റൻസ്. എന്തുവാ, 15 വർഷം മുമ്പേ ഒരു വീട്ടിലൊരാൾ വരുമ്പോൾ ഒരു ഡിഫറൻറ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മളെ അകത്തോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവളങ്ങ് പോകും. ഇപ്പോൾ ഒരു കൊച്ചിനെ ഡിസ്കഷൻ ടൈമിൽ മാറ്റി വിട്ടാൽ എന്ത് ചെയ്യും? അവൻ ഒഫൻഡഡാണ്. കാരണം അവൻ്റെ അഭിപ്രായം അവിടെ പരിഗണിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവനെ മാറ്റി വിട്ടാൽ ഡിസ്ക്രിമിനേഷനായിട്ട് തോന്നും. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇപ്പോൾ ആരിലും പറ്റുമോ? ആമ്പിള്ള പണ്ടൊക്കെ സാറന്മാരെന്ത് നീ പെങ്കൊച്ചില്ല അങ്ങനെ ഇരിക്കും. ഇപ്പം സ്കൂളിൽ പറഞ്ഞാൽ സാറിനെതിരെ നടപടി ഉണ്ടാവും. കാരണം ജെൻഡർ ഡിസ്ക്രിമിനേഷനായി അവിടെ കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നു, ഇതൊന്നും ഒരു സാറിന് പോലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം 15 വർഷം പറയുമ്പോൾ പെങ്കൊച്ചിൻ്റെ അടങ്ങി ഒതുക്കേണ്ടത്, കുറച്ചുകൂടെ ഡ്രസ്സിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ്സ് നോർമൽ തിങ്. ഇപ്പോൾ ആ സാറ് പറഞ്ഞാൽ അത് ഭയങ്കര ലീഗലി ഒഫൻഡീവായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറും. അത് ചിലപ്പോൾ ജോലി വരെ നഷ്ടപ്പെടാനുള്ള ഒരു ഇഷ്യൂ ആയിട്ട് മാറും. ഇത്രയ്ക്ക് വലിയ മാറ്റമാണ് 15-20 വർഷത്തിനകം നമ്മുടെ പെരുമാറ്റത്തിലും പ്രതീക്ഷകളിലും സ്നേഹപ്രകടനത്തിലും ബഹുമാനത്തിലും ഡിസിപ്ലിനിലും ഈ ഫാമിലി ഇൻട്രാക്ഷനിലും അധികാരങ്ങളിലും എല്ലാം വന്നത് ആണോ ഇല്ലയോ? ശരിയല്ലേ? 75 വർഷം മുമ്പേ ശ്രീധരനെ ചീത്ത വിളിച്ചാൽ എന്തായി? അവന് തല പോവും. ഇന്നിപ്പം പിണറായി പോയി അവിടെ ചീത്ത വിളിച്ചാൽ ഒന്നും പറ്റത്തില്ല. കാരണം യു ഹാവ് ദ റൈറ്റ് ടു എന്തുവാ അതിനെതിരെ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇതാണ് 75 വർഷം. അപ്പം സമൂഹത്തിലുള്ള ഇത്തരം മാറ്റങ്ങളെല്ലാം എവിടെയും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫാമിലിയിലും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയോ ഇല്ലയോ? തുടങ്ങി. പക്ഷേ അത്തരം മാറ്റങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതാണ് വലിയ ഒരു പ്രശ്നം. ഇതിൽ ബിബ്ലിക്കലായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. അധികാരങ്ങളെ ബഹുമാനിക്കുമ്പോൾ അപ്പനെ അമ്മയും ബഹുമാനിക്കണമെന്നുള്ളത് ഒന്ന് കെയർ ചെയ്യണം. ഇതൊന്നും അല്ലാത്ത, അപ്പം ബിബ്ലിക്കലായ മാറ്റം ഏതാ, ബിബ്ലിക്കൽ അല്ലാത്ത മാറ്റം ഏതാ എന്നൊന്നും നമ്മൾ കൃത്യമായി സഭകളിൽ പഠിപ്പിക്കുന്നത്. കാരണം ഇതിൽ ജനത്തിനറിയത്തില്ല ഇത് ഏത് സ്വീകരിക്കാം ഏത് സ്വീകരിക്കരുത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ടീച്ചിങ് ഒന്നും സഭകൾക്ക് ഇല്ല. ഉണ്ടോ? അപ്പോൾ ഇത്തരം പ്രാക്ടിക്കൽ വിഷയം, കാരണം ഇതെല്ലാം ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണോ അല്ലേ? ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. കർക്കശ കയ്യെ എനിക്ക് ഈ ആഴ്ച വന്ന 4 ഡ്രഗ് അഡിക്റ്റിൽ 4 എണ്ണവും കർക്കശരായ ആത്മീയ തീവ്രവാദികളുടെ മക്കളാണ് ഉണ്ടായത്. ഒരാളാണെങ്കിൽ അവനൊരു സ്കൂളിലൊരു പ്രശ്നമുണ്ട്. പുള്ളി വലിയ ആത്മീയ തീവ്രവാദി. എൻ്റെ ചെറുക്കനാണെങ്കിൽ തെറ്റ് ചെയ്ത് അവനെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അവനെ സ്കൂളിൽ പിരിച്ചുവിടാൻ പറഞ്ഞു. പിരിച്ചുവിട്ട് അവനെ കൊണ്ട് അമ്മ വീട്ടിൽ നിർത്തി. അവൻ എറണാകുളത്ത് പോയി മൾട്ടിപ്പിൾ ഡ്രഗ് അഡിക്റ്റായി. നമ്മുടെ സഭയിലൊരു മൂപ്പനാണ്. ഭയങ്കര കർക്കശക്കാരൻ. ആരോടും വിട്ടുവീഴ്ചയില്ല, മോനോടും വിട്ടുവീഴ്ചയില്ല. അവസാനം ചെറുക്കൻ നഷ്ടപ്പെട്ടു. മുമ്പേ പറഞ്ഞപ്പോൾ പാസ്റ്റർ ഭയങ്കര ആത്മീയ തീവ്രവാദിയാണ്. പക്ഷേ തീവ്രവാദി കൊണ്ട് മോൻ 17-ാം വയസ്സിൽ മൾട്ടിപ്പിൾ ഡ്രഗ് അഡിക്റ്റായി. അപ്പനോട് തെറി വിളിച്ചിട്ട് കൊല്ലാൻ ചെന്നു. 17-ാം വയസ്സുകാരൻ. അപ്പൻ ഇൻ്റർവ്യൂ വന്ന് കരഞ്ഞു, സാറേ എന്നെ തെറി വിളിച്ചിട്ട് ഞാനിത് വളർത്തിയവൻ എന്നെ തെറി വിളിക്കുന്നു. അപ്പന് ചങ്ക് പൊട്ടിപ്പോയി. പക്ഷേ അവനെ അത്രയ്ക്ക് റിബല്യസ് ആയിപ്പോയി. ഞാൻ പറഞ്ഞത് അപ്പം കൈകാര്യം ചെയ്യുന്നത് എന്ത് ചെയ്യും? തീവ്രവാദവും പ്രശ്നമാണ്, അതേസമയം എന്ന് വിചാരിച്ച് പിള്ളേരെ കുത്തഴിച്ച് വിടാനും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അധികാരം വേണം താനും, പക്ഷേ അധികാരം വളരെ ബാലൻസ്ഡായിട്ട് ഉപയോഗിക്കണം. അത് കുട്ടികളെ റിബല്യസ് ആക്കരുത്. അതേസമയം നമ്മുടെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണം, അല്ലേ? അപ്പോൾ ഒത്തിരി നിയമങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കരുത്, അതേസമയം നിയമമില്ലാത്ത കുത്തഴിഞ്ഞിടപാടും ആകരുത്. ന്യായമായ നിയമങ്ങൾ ഏത് വീട്ടിൽ വരുന്നതിന് സമയം വേണ്ടായോ? പ്രാർത്ഥിക്കുന്നതിന് സമയം വേണ്ടായോ? വീട്ടിൽ പിള്ളേർ വരുന്നതിനൊരു സമയം വേണ്ടായോ? പക്ഷേ 5 മണിക്ക് കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർ അവകാശങ്ങളുടെ മേൽ നിഷേധമാണ്. സ്കൂളിൽ വന്ന കൊച്ചു പഠിക്കാൻ പറ്റത്തില്ല, ആരോടും മിണ്ടാൻ പറ്റത്തില്ലെങ്കിൽ കൊച്ചത് നിഷേധമായിട്ട് കരുതും. അതേസമയം ഒരു 8 മണിക്കോ 7:30 മുമ്പേ വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ട് രാത്രി 12 മണിക്ക് വന്നാലും ചോദ്യം ചെയ്യാത്തത് കുത്തഴിഞ്ഞിടപാടും. അപ്പോൾ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യണം? ബാലൻസ് നമ്മൾ കണ്ടെത്തണം. ഇത് ഞാൻ പറഞ്ഞാൽ വളരെ തുറന്ന ചർച്ചകളിൽ കൂടെ ഓരോ പ്രായവും ഇതൊക്കെ അനുസരിച്ച് ഇവിടെ വരെ നമുക്ക് നിയന്ത്രിക്കാം, എവിടെ വരെ നിയമങ്ങൾ ഉണ്ടാക്കണം, എന്തൊക്കെ കുഞ്ഞുങ്ങളെ ഇൻവോൾവ് ചെയ്യുക, ഇതെല്ലാം നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വന്നേക്കുക. അത് കൈകാര്യം ചെയ്താൽ തെറ്റിപ്പോയെങ്കിൽ ഇതൊരു ലോകത്തേക്കാൾ വിലയുള്ള ആത്മാവുള്ള ഒരു വ്യക്തിയാണ് നഷ്ടപ്പെടുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ പിള്ളേർ നഷ്ടപ്പെടുന്ന. മറ്റെന്ത് നഷ്ടവും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം, പിള്ളേർ പോയെങ്കിൽ തീർന്നു. ശരിയല്ലേ? അല്ലേ? അവർ ആത്മീയരാകണമെന്നുള്ളത് ആയിരിക്കണം നമ്മുടെ, അല്ല അവർ പഠിത്തത്തിൽ വിജയിക്കണമെന്നുള്ളത്. നമ്മൾ ആത്മീയരുടെ ഏറ്റവും വലിയ ലക്ഷ്യം പിള്ളേർ ആത്മീയരാകണമെന്നാണ്. പക്ഷേ എൻ്റെ കൊച്ചു മറ്റാരും ആയില്ലേ ഒരു ആത്മീയനാവണം എന്നത് ഫസ്റ്റ് പ്രയോറിറ്റിയായി കൊടുക്കുന്ന പേരൻസ് എത്ര ഉണ്ട്? പരീക്ഷയെ തോറ്റാലുള്ള അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാലുള്ള ചങ്കിടിപ്പ് ഈ ആത്മീയനല്ലെന്നതിന് പേരിലുണ്ടോ? എല്ലാവർക്കും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പലർക്കും അത് ഒരു ഇമ്പോർട്ടൻ്റ്
അല്ല. അത് വലിയ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ ഇഷ്യൂ ഒക്കെ കാണിക്കും, പ്രകടിക്കൊക്കെ ആയാൽ നമ്മൾ വരും. പക്ഷേ ആത്മീയനല്ലെന്നോ യഥാർത്ഥമായ ദൈവ കാര്യങ്ങൾ ആത്മീയ പ്രാധാന്യമില്ലാത്ത ഒന്നും ആളുകളെ വലുതായിട്ടൊന്നും ബാധിക്കുന്ന ഇല്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് സ്വാധീനിക്കാവുന്ന സമയമുണ്ടോ അല്ലേ? അത് കഴിഞ്ഞേ വല്ലതും കാര്യമുണ്ടോ? പിന്നെ 17-18 കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ നമുക്ക് പണ്ട് പിള്ളേർ 10, 21, 25 പേര് നമ്മുടെ കൂടെ ആയിരുന്നു, കല്യാണം കഴിക്കുന്നതിനും വരെ നമ്മുടെ കൂടെ ആയിരുന്നു. ഇപ്പം പിള്ളേരെ സ്വാധീനിക്കാൻ നമുക്ക് എത്ര സമയമുണ്ട്? 10, 12, 14 കഴിഞ്ഞ് 15 അല്ലെങ്കിൽ 17 കഴിയുമ്പോഴത്തേക്ക് ഒറ്റ പിള്ളേരും വീട്ടിലില്ല. അപ്പോൾ ഈ 17 ഉള്ള കുട്ടി സ്വാതന്ത്ര്യം കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ മാത്രം സെൽഫ് കൺട്രോൾ ഉള്ളവളാണോ? ആണോ? നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്ത് ബാംഗ്ലൂർ വിടുന്നു, പക്ഷേ ബാംഗ്ലൂരിലെ സാഹചര്യത്തിൽ പോയി ജീവിക്കാൻ ഇവർ മെൻ്റലി പ്രിപ്പയർഡാണോ? അവിടെ നിന്നും പറഞ്ഞാൽ വളരെ കുത്തഴിഞ്ഞ് ഇപ്പം ഈ നാട്ടിൽ തന്നെ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ 11 വയസ്സുള്ള ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. 11 വയസ്സ്, 6ാം ക്ലാസ്സുകാർ. എനിക്ക് ഈ ആഴ്ച 10 വയസ്സുള്ള പോണോഗ്രഫി അഡിക്റ്റായ പെൺകുട്ടി 5ാം ക്ലാസ്സുകാരി ഈ പത്തനംതിട്ട ജില്ലയിൽ കിട്ടി. അഡിക്റ്റായി കണ്ടിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, കാണാതെ ഉറങ്ങാൻ വയ്യാത്ത ആൾ. എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളിതൊക്കെ ഇതൊക്കെ കൊച്ചുപിള്ളേർ സംസാരിക്കരുതെന്നാണ്. അത് സംസാരിക്കേണ്ട ഇതൊക്കെ ഇപ്പം ഇപ്പോഴത്തെ ശരാശരി ലഹരി ഉപയോഗത്തിൻ്റെ പ്രായം പത്തനംതിട്ട ജില്ലയിലെ 10-നും 15-നും ഇടയ്ക്കാണ്. അത് കഴിഞ്ഞാൽ ഡിക്ലൈനിങ് സാധ്യത കുറയുക. അബ്യൂസ് എപ്പോഴാണ്? 8 തൊട്ട് 13 വയസ്സ് വരെയാണ് ഹയസ്റ്റ് അബ്യൂസ് അതിനുള്ള സാധ്യത. നിങ്ങൾ ഇതൊക്കെ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 8 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്കാണ്. കേരളത്തിലെ 18 വയസ്സിന് മുമ്പേ ആണായാലും പെണ്ണായാലും 50% പേര് ഏതെങ്കിലും സെക്ഷൽ അബ്യൂസുകളോ കടന്നു പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? 50%. അത് പെൺകുട്ടികളെക്കാൾ 2% കൂടുതൽ ആൺപിള്ളേർക്കാണ്. ഒരു ബാഡ് ടച്ചെങ്കിലും ഉണ്ടാകാൻ ഒരു ബസ്സേ കയറാൻ പറ്റില്ല. ബസ്സിൽ യാത്ര ചെയ്ത് സ്ഥിരം പോകുന്ന ഒരാൾ ഒരു ബാഡ് ടച്ച് കിട്ടിയിട്ടുണ്ട്, ഒരു ബാഡ് എക്സ്പോഷറെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ സെക്ഷൽ ബന്ധമായിരിക്കത്തില്ല, പക്ഷേ എന്തെങ്കിലും ഒരു അബ്യൂസ്, ഒരു ബാഡ് ടച്ചെങ്കിലും അനുഭവിക്കാതെ 18 വയസ്സ് പൂർത്തിയാക്കാൻ പറ്റുന്നവർ 2-ൽ 1 ഉള്ളൂ. അതിൽ 2% കൂടുതൽ ആൺപിള്ളേർക്ക്, ആ പെൺപിള്ളേരെക്കാൾ കൂടുതൽ. നമ്മൾ ആൺപിള്ളേർക്ക് ഇങ്ങനെ റിസ്കിനെ കുറിച്ച് എത്ര പേര് ചിന്തിക്കുന്നു? പെൺകുട്ടികളെക്കാൾ കൂടുതൽ റിസ്ക് ചാൻസ് ഉള്ളത് ആൺപിള്ളേർക്കാണ്. ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എപ്പോഴും. ഇന്നലെ എനിക്ക് 10 വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ട് ഒരു ടീച്ചർ വന്നു. മോനാണെങ്കിൽ അപ്പോൾ അവനൊരു ബാഡ് ടച്ച് അനുഭവം ഉണ്ടായി. എത്ര വയസ്സിലാണ്? ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഉണ്ടായത് 3ാം ക്ലാസ്സിലാണ്. എനിക്ക് 3.5 വയസ്സുള്ള 2.5 വയസ്സ്. ഇന്നലെ നിങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെട്ട കൊച്ചെത്ര? അമ്മ എറിഞ്ഞ കൊച്ച് 3.5 വയസ്സ്. അപ്പം 3.5 വയസ്സുള്ള കൊച്ചിന് ഇത്രയും റിസ്ക് ആദ്യം ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചോ? ഉണ്ട്. എനിക്കിവിടെ 3 വയസ്സുള്ള ഒരു 10 ക്ലയൻസ് ഉണ്ട്. മനസ്സിലായി? അപ്പം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ കണ്ട ലോകമേ അല്ല. അതിൽ നിന്ന് വളരെ ഇവിടുത്തെ ഏത് സ്കൂളിൽ, നിങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിൽ ഏത് സ്കൂളിലും ട്രക്ക് കൈ എത്തും ദൂരത്തുണ്ട്. അത് ഏറ്റവും പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും റിമോട്ടസ്റ്റ് സ്കൂളിലും, തണിത്തോടോ സീതത്തോടോ ഗവിയോ ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ പോലും കൈയെത്തും ദൂരത്തുണ്ട്. തിരുവല്ല ഒന്നും പറയണ്ട, ചങ്ങനാശ്ശേരി ഒന്നും പറയണ്ട, കൊച്ചി ഒന്നും പറയേ വേണ്ട. കൊച്ചിയിലൊക്കെ പോയാൽ അത് കഴിക്കാതിരിക്കുക. അപ്പം അത്രയ്ക്ക് പെൺകുട്ടി ആൺകുട്ടിയും സ്ഥിരമായിട്ട് കഴിക്കുക. അവിടെ കഴിച്ചിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്? അയ്യോ, കിടക്കരയിൽ കാണിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾ മെട്രോയിൽ കയറിയാൽ കാണാം. കഴിഞ്ഞ ദിവസം ഒരാൾ കണ്ടപ്പോൾ മെട്രോയിൽ അത്രയും സീൻ കണ്ടു പറഞ്ഞു. അപ്പം ഞാൻ തുറിഞ്ഞു നോക്കിയപ്പോൾ അവർ പറഞ്ഞു, എടി നീ അങ്ങനെ നോക്കാതിരി, കാരണം നീ എറണാകുളംകാരിയല്ലെന്ന് അപ്പോഴേ മനസ്സിലാകുന്നു. കാരണം എറണാകുളത്തുകാർക്ക് അത് കണ്ടാൽ നോവലാണ്, ഇത് അവരെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ നീ എറണാകുളംകാരി അല്ലെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ നീ എറണാകുളംകാരി അല്ലെന്ന് ആളുകൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് കോമണാണ്. നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് ഞാനീ പറയുന്നത് നേരിട്ടുള്ള കഥകളായി പറയും. ഇത്രയ്ക്ക് അപകടം പിടിച്ച വിടത്താണ് നമ്മുടെ പിള്ളേർ പഠിക്കുന്നത്. അപ്പോൾ എന്ത് വിജിലൻ്റാണ്, എന്ത് ശ്രദ്ധിക്കണം. പിള്ളേരോട് ബാഡ് ടച്ച് എന്തുവാ, ഗുഡ് ടച്ച് എന്തുവാ, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളെ ഒരാൾ തന്ന മുട്ടായി രൂപത്തിലാണ്, പല രൂപത്തിലുണ്ട്, അത് കഴിക്കരുതെന്നൊക്കെ പറയണമെങ്കിലൊക്കെ നമ്മൾ പിള്ളേരെ എന്ത് ചെയ്യണം? വളരെ ചെറുപ്പത്തിലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാർ. ഇതൊക്കെ നമ്മൾ പിള്ളേരോട് പറയാം, ഒട്ടു കൊച്ചല്ലയോ എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുക. നമുക്കറിയത്തില്ല, പക്ഷേ കൊച്ചിനറിയാം. ഇന്നലെ അവൻ 5 വയസ്സ്, ഞാൻ ചോദിച്ചു, മോൻ ഇതുവല്ല, അവന് ഗിൽറ്റാണ്. അമ്മയും അച്ഛനും കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ ഇവന് ത്രെട്ട് ഫീലിങ്ങാണ്. ഇപ്പോൾ ഭയങ്കര പരവേശം കൊടുക്കുക. അമ്മ എന്തിനാ? അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അമ്മയുടെ അപ്പൻ്റെ ഇടയ്ക്ക് വന്ന് കയറി കിടക്കും. അപ്പോൾ അവനെ ഞാൻ ചോദിച്ചപ്പോൾ അപ്പൻ കണ്ട ഒരു വീഡിയോ കണ്ടു. 10 വയസ്സുള്ളൂ, 4ാം ക്ലാസ്, ഇപ്പം ഇനി 5ാം കയറുന്നേ ഉള്ളൂ. 9 വയസ്സുള്ളവൻ അപ്പൻ്റെ മൊബൈലിൽ നിന്ന് അപ്പൻ കണ്ട സെക്ഷൽ വീഡിയോ കണ്ടിട്ട് ഈ അപ്പൻ അമ്മയെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഇവൻ അമ്മയ്ക്ക് കാവലിരിക്കുക. ഇന്നലെ ഞാൻ എൻ്റെ ഓഫീസിൽ കണ്ട കുട്ടിയാണ്, 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരൻ.
ഞാൻ അവനോട് എത്ര നേരം സംസാരിച്ചിട്ട് അവൻ്റെ ഫിയർ മാറിയത്. ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും സ്വപ്നത്തിൽ കാണാത്ത സാഹചര്യങ്ങൾ കൂടാണ് നമ്മുടെ പിള്ളേർ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല. ഇവിടെ നമുക്ക് ലോകം വിട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഈ റിയാലിറ്റി അത്രയ്ക്ക് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ബോധവും അത്തരം കാര്യങ്ങളിൽ നമ്മളെ ഒത്തിരി ഡെവലപ്പ് ചെയ്യുകയും പിള്ളേരെ നമ്മൾ വളർന്ന കാലത്തെ പോലെ വലിയ പിള്ളേരെ പൊട്ടു പിള്ളേരെ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്കൊന്നും അറിയത്തില്ല എന്നുള്ള സ്വപ്ന ലോകത്തിൽ നിന്നൊക്കെ മാറി വളരെ റിയൽ ലോകത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പേടിക്കുകയൊന്നുമല്ല. ഇവിടെ നമ്മുടെ പിള്ളേർ ഇപ്പോഴും നല്ല പിള്ളേരായിട്ട് ജീവിക്കുന്നവരുണ്ട്, തെറമായിട്ട് നീക്കുന്ന പിള്ളേരുണ്ട്. പക്ഷെ അവരെ തെറമായി ജീവിക്കാനുള്ള പ്രാപ്തിപ്പെടുത്തേണ്ട ചുമതല ആർക്കാ? നമുക്കാ. അതുകൊണ്ട് നമ്മൾ കണ്ണടച്ചിട്ടാക്കുകയൊന്നും വേണ്ട. യാഥാർത്ഥ്യത്തിൽ നമുക്കെങ്ങും പോകാനില്ല, ഭൂമി വിട്ടെടുക്കാൻ പറ്റില്ല. കർത്താവ് വിളിക്കുന്ന നമ്മളിവിടെ ജീവിക്കണം, നമ്മുടെ പിള്ളേർ ജീവിക്കണം. പക്ഷേ ഈ റിയാലിറ്റിയിൽ തിരുവല്ലായാലും പത്തനംതിട്ടയിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ റിസ്കുകളൊക്കെ ഉണ്ടെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. അപ്പം ഞാൻ ഇത് നിങ്ങളെ ചിന്തിപ്പിക്കുക. കാരണം ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എല്ലാ ദിവസവും കാണുന്ന കാര്യങ്ങളെ പറയുന്നത്, അല്ലാതെ ഒരു അതിശോക്തിയല്ല പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം? എക്യുപ്ഡ് ആവണം. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമ്മുടെ ഒരു വിക്ടിം ആകുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മുൻകരുതൽ എടുക്കണം, നമുക്ക് സൂക്ഷിച്ച് ജീവിക്കണം, വളരെ സൂക്ഷ്മതയോടെ. പിള്ളേരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ട മനസ്സിലായോ? അവർ ആ പ്രായത്തിൽ പറയേണ്ടാത്ത വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, അവർ സാധാരണ എന്തെങ്കിലും ഇപ്പം അവൻ്റെ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളെ കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്ന കണ്ടപ്പോഴാണ് അമ്മ എന്തുവാ ഇത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവനെങ്ങനെയാണ് ഇത് കൂടുതൽ അങ്ങനെ ശ്രദ്ധിക്കാൻ കാര്യം? അപ്പോൾ ഇവനെങ്ങനെ ഇത് കിട്ടി എന്നൊരമ്മ, ടീച്ചറായ അമ്മ ശ്രദ്ധിച്ചിട്ട് അവനെ വിളിച്ചോണ്ട് വന്നു. അപ്പോൾ അമ്മയോടൊക്കെ പറയാൻ വയ്യാത്ത കാര്യം എന്നോട് സംസാരിപ്പിച്ചു. നമ്മൾ വിചാരിക്കും 4 ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുകാരനോട് 9 വയസ്സുകാരനോട് എന്തോ പറയാനാണ്. പക്ഷേ അവൻ എൻ്റെ ഇരുന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ ഈ ഷെയർ വരുത്തി. അവന് പേടിയൊന്നുമില്ല, അവൻ നല്ലപോലെ ഷെയർ ചെയ്തു. അവൻ്റെ പല സിറ്റുവേഷൻസിൽ അവൻ പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് തന്നെ ഞെട്ടിപ്പിക്കുന്ന അവൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നു, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം, ബിഹേവിയർ ചേഞ്ച് കണ്ടാൽ ശ്രദ്ധിക്കണം, പഠിത്തത്തിൽ പിന്നോക്കം പോവുക, മുഖത്തിന് വ്യത്യാസം വരിക, സന്തോഷമുള്ള കുട്ടിയുടെ സന്തോഷം പോവുക, ടോയ്ലറ്റിൽ പോയി ഏറെ സമയം ഇരിക്കുക, പിന്നെ നമ്മളോട് അടുക്കാതിരിക്കുക, ചിലരെ പേടി. ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം? എന്തിനാണ് ആങ്കിളിനോട് ഇപ്പം പേടി എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കും, പക്ഷേ അതിനകത്തൊക്കെ ചില അർത്ഥങ്ങൾ ഉണ്ട്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. കുട്ടിയുടെ ഏത് മാറ്റവും നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളോട് നല്ല ബന്ധം സ്ഥാപിച്ചാൽ നമുക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി അതാത് സമയത്ത് അറിയാം. ഇത് നമ്മൾ ബന്ധമില്ലെങ്കിൽ അവർ നമ്മളോട് പറയത്തില്ല. പിന്നെ കൊച്ചുങ്ങൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അവരെ തല്ലരുത്. ഇപ്പോൾ ആ കൊച്ചു അങ്ങനെ പറഞ്ഞാൽ, ആരിലെ ടച്ച് എന്ന് പറഞ്ഞാൽ ഓട്ടനെ പിടിച്ച് കൊച്ചു തല്ലിയാൽ പിന്നെ ആ കൊച്ചു ജീവിതത്തിൽ ഒരു കാര്യം നമ്മളോട് പറയത്തില്ല. അതേസമയം എന്തും അബദ്ധം പറ്റിയാലും വീട്ടിൽ പറയാമെന്നുള്ള സ്വാതന്ത്ര്യം പിള്ളേർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് കാര്യങ്ങൾ അതാത് സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അത് കേൾക്കാനുള്ള ധൈര്യവും അപ്പോൾ സമയത്തതയോടെ പെരുമാറാനുള്ള ഇതും നമുക്ക് ഉണ്ടാകും. ഇവിടെ ഒരു പെൺകൊച്ചു വന്നു, CA പഠിക്കുന്ന, 6 മാസമായിട്ട് ബാത്റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോള് അമ്മയോട് പറഞ്ഞു? ഇല്ല, ആ തള്ളയോട് ഞാൻ പറയത്തില്ലെന്നോ. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്നോട് ആദ്യം വന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്തുവാ, വീട്ടിലൊരു ഒരു ആത്മീയ പ്രവർത്തനം താമസിക്കുന്നുണ്ട്. അനിയന് ഡ്രഗ്സിലേക്ക് പോയപ്പോൾ അവനെ രക്ഷിക്കാൻ വന്ന ഒരാളാണ്. ഈ ആൾ അമ്മയോട് പറഞ്ഞു, അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഇവള് രാത്രി കിടന്ന് ഫോൺ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ബെഡ്റൂമിൻ്റെ കുറ്റി എടുക്കണമെന്നോ. അപ്പനും അമ്മയും കൂടെ ആശാരിയെ വിളിച്ച് കുറ്റി എടുത്ത് കൊടുത്തു. എന്തിനായിരുന്നു? ഇദ്ദേഹം കയറാനായിരുന്നു. അവസാനം ഇദ്ദേഹം കയറി കൊച്ചിനെ ശല്യം ചെയ്ത് കൊച്ചു പ്രതിരോധിച്ചിട്ട് അവസാനം കൊച്ചിന് കുറ്റിയുള്ളത് ബാത്റൂമായിരുന്നു. അപ്പം ബാത്റൂമിൽ തലോണ വെച്ചിട്ട് അവൾ 6 മാസം കിടന്നു. പക്ഷേ ഞാൻ ചോദിച്ചത്, നീ അമ്മയോടെന്താ പറയുന്നത്? സാറേ ഞാൻ പറയത്തില്ല. അമ്മ ഒരിക്കൽ ഞാൻ എൻ്റെ ചേട്ടത്തിക്ക് എൻ്റെ അപ്പയുടെ ഫ്രണ്ട് വീട്ടിൽ വന്ന് അവളോട് മിസ്ബിഹേവ് ചെയ്തു. അവൾ ഒരിക്കലും അങ്കിൾ വർഷങ്ങളായിട്ട് അറിയാവുന്ന അങ്കിൾ, അതുകൊണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അങ്കിൾ വന്നപ്പോൾ വീട്ടിൽ കയറ്റിയിരുത്തി അവൾ മിസ്ബിഹേവ് ചെയ്തു. അത് അവൾ വന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പൊതുരെ ഈ അപ്സെറ്റായിരിക്കുന്ന കൊച്ചിനെ പൊതുരെ തല്ലി. ഇത് കണ്ട് അനിയത്തെ തീരുമാനിച്ച് ജീവിതത്തിലൊരു കാര്യം അവൾ പറഞ്ഞു, ഈ തള്ളയോട് ഞാൻ പറയില്ല. ഇതാണ് സ്വന്തം അമ്മയെക്കുറിച്ച് ഉണ്ടാക്കിയ ധാരണ. മനസ്സിലായോ? അതേസമയം അത്തരം കാര്യങ്ങളിൽ ആ സമയത്ത് അവളെ ചേർത്ത് പിടിക്കുന്ന ഇവൾ കണ്ടിരുന്നെങ്കിൽ ഇവൾക്ക് 1ാമത്തെ ദിവസം തന്നെ പറഞ്ഞേനെ, അവനെ പറഞ്ഞു വിട്ടേനെ, കുറ്റിയും എടുക്കത്തില്ലായിരുന്നു, സംഗതി രക്ഷപ്പെട്ടേനെ. ആ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മളോട് ഉണ്ടാവണം, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിള്ളേർ പല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി സാധനം കടന്നു പോകുന്നുണ്ട്. പക്ഷേ അവരോട് നമുക്ക് ഓപ്പണായിട്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പല കാര്യങ്ങളും തക്ക സമയത്ത് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് ബന്ധം പിള്ളേരോടുണ്ടോ, ഇന്നല്ല നാളെ ആയാലും പിള്ളേരെ നേടാം.
അതേസമയം ഡിസിപ്ലിൻ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ ബന്ധം കളഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊച്ചു പിള്ളേരിരിക്കുന്ന ഞാൻ പറയുന്നില്ല, പക്ഷേ പിള്ളേർ പഴയ പിള്ളേരൊന്നുമല്ല. കഴിഞ്ഞ ദിവസം 7 വയസ്സുള്ള 2ാം ക്ലാസ്സുകാരൻ അപ്പനൊന്ന് അടിച്ചപ്പം വിളിച്ച അപ്പനോട് ചോദിച്ചു, എടാ അപ്പ നിൻ്റെ പൊന്നുകുട്ടനല്ലേടാ ഞാൻ, ഇങ്ങനെയാണോടാ പിള്ളേരെ തല്ലുന്നത് എന്ന് പറഞ്ഞാൽ കല്ല് കെട്ടിയപ്പം പൊട്ടി. അപ്പോൾ ഇങ്ങനെ പിള്ളേരെ തല്ലാമോ എന്ന് 2 വയസ്സുകാരൻ അപ്പനെ വിളിച്ച് മുഖത്ത് നോക്കി ചോദിച്ചു. ഇതാണ് ഇന്നത്തെ 2ാം ക്ലാസ്സുകാരൻ്റെ കാര്യമാണ് പറഞ്ഞത്, 7 വയസ്സ് തികയാത്തവൻ്റെ കാര്യമായി പറഞ്ഞേ. ദിസ് ഈസ് ദ ന്യൂ ചൈൽഡ്. നിങ്ങൾ നിങ്ങളുടെ അപ്പനോട് 50-ാം വയസ്സിൽ ചോദിക്കുമായിരുന്നു. ദിസ് ഇസ് ദ ന്യൂ ജനറേഷൻ. ഞാൻ പറഞ്ഞു വന്നത് ദാറ്റ്സ് എ ന്യൂ ജനറേഷൻ. അവർ നമ്മുടെ പഴയ വ്യക്തിത്വങ്ങളേ അല്ല. അവർ എന്തും മുഖത്ത് നോക്കി ആരോട് ചോദിക്കാൻ യാതൊരു പേടിയില്ല. അമ്മയ്ക്ക് കാശ് കൊടുക്കാതെ അപ്പം അമ്മപ്പോട് പിടങ്ങി കാശില്ലാതെ പോയി. ആ അപ്പനെ വിളിച്ച ഒരു ചെറുക്കൻ ചോദിച്ചു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഇങ്ങനെയാണെന്നോ അപ്പനും അമ്മയും ജീവിക്കേണ്ടിയെന്ന് ചോദിച്ചു. എത്രാം ക്ലാസ്സുകാരനാണ്? 3ാം ക്ലാസ്സുകാരൻ 35 വയസ്സുള്ള അപ്പനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെയാണെന്നോ ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടിയെന്ന് ചോദിച്ചു. ഇതാണല്ലോ ഇന്നത്തെ പിള്ളേർ. ഈ പിള്ളേരെയാണ് ഹാൻഡില് ചെയ്യേണ്ടത്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതല്ല, ഞാൻ കേട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് പിള്ളേരെ നല്ലപോലെ വളർത്താം. എന്ത് ചെയ്യും? നിങ്ങൾ കേട്ട് അന്തം വിടുവല്ല, നമ്മൾ കുറച്ചൊക്കെ എന്ത് ചെയ്യണം, ചില ചേഞ്ചസും ചില ബിഹേവിയർ ചേഞ്ചസും ഒക്കെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ബന്ധം സ്ഥാപിച്ചാൽ നമുക്ക് ഇപ്പോഴും പിള്ളേരെ വിൻ ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പിള്ളേരും ഉണ്ടോ ഇല്ലയോ? പക്ഷെ ആ നിലയിൽ നിൽക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ട്. അത് നമ്മൾ വളർത്തിയെടുക്കണം. അല്ല പഴയ പല മുറകളും കൊണ്ട് ഇപ്പം ചിലപ്പം രക്ഷപ്പെടത്ത് ഇല്ല. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ നമ്മൾ ചില മാറ്റങ്ങൾ ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം 4-5-10 മിനിറ്റ് കൂടെ ഞാൻ പെട്ടെന്ന് നിർത്താൻ സമയം കഴിഞ്ഞു. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഞാൻ ഇത്രേ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഇത് ഈ വിഷയത്തിൻ്റെ ഡെപ്തിലൊന്നും പോകാനല്ല. ബേസിക്കലി നമ്മുടെ ഫാമിലീസ് ഒത്തിരി ചലഞ്ചസ് കൂടെ കടന്നു പോകും. അത് ആ ട്രെൻഡ് ചേഞ്ചിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായി നമ്മുടെ സഭകളിലൊക്കെ ഇതിനെക്കുറിച്ചൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മുടെ ഭവനത്തിലും ഉള്ള ടീച്ചിങ് തുടങ്ങണം. കാരണം വളരെ പ്രാക്ടിക്കൽ വിഷയമാണ് ഇതൊക്കെ, ആണോ ഇല്ലയോ? ഇത്തരം പ്രാക്ടിക്കൽ വിഷയങ്ങൾ നമ്മൾ അത്യാവശ്യമായിട്ടും നമ്മുടെ സഭകളിൽ ചർച്ച ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഈ ചലഞ്ചിങ് വേൾഡിൽ നമുക്ക് എങ്ങനെ ഇതിനെ നേരിടാൻ പറ്റും? അത് ഒരു സഭയായിട്ട് ഒത്തില്ലെങ്കിൽ ഒരു കൂട്ടം സഭയായിട്ടൊക്കെ ഇരുന്ന് പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഉണ്ടോ ഇല്ലയോ? അല്ലേ? ഇപ്പോൾ ഓപ്പോസിറ്റ് ഡ്യൂട്ടി ചെയ്താൽ ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എടുക്കണോ? ചിലപ്പോൾ ഇച്ചിരി സാമ്പത്തിക കുറവായിരിക്കും, പക്ഷേ നമ്മുടെ കുടുംബജീവിതമാണോ കൊച്ചാണോ നമ്മളാണോ വലുത്? ഇതൊക്കെ നമ്മൾ ചിലപ്പം വാല്യൂ ബേസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരും, അല്ലേ? ശരിയല്ലേ? 2 വയസ്സുള്ള കൊച്ചിനെ 1 വർഷം കൂടെ കഴിഞ്ഞ് അവൾ ജോലിക്ക് പോയാലും 2 വയസ്സ് കൊച്ചിനെ അല്ലെങ്കിൽ മുലകുടി നിഷേധിച്ചു കൊണ്ടൊരു കൊച്ചിനെ ഇട്ടിട്ട് പോകുന്നതാണോ നല്ലത്? നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എടുക്കുന്നതാണോ? അതോ അമ്മയുടെ മുലകുടിക്ക് എടുക്കേണ്ട സമയത്ത് നീ മുല പഠിച്ചിട്ട് 1 വർഷം കൂടെ കഴിഞ്ഞ് ജോലിക്ക് പോയാൽ മതിയെന്ന് പറയാനുള്ള വാല്യൂ സിസ്റ്റം നമുക്കുണ്ടോ? ഇതൊക്കെ പക്ഷേ പല പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ 1 വർഷത്തെ ജോബ് ബ്രേക്ക് വന്നാൽ ചിലപ്പോൾ അടുത്ത ജോബിനെ ബാധിക്കും. ഇങ്ങനെ പല ചാലഞ്ചസ് ഉണ്ട്. ഇതൊക്കെ അതുകൊണ്ട് എല്ലാത്തിനും വലിയ കർക്കശ നിലപാടല്ല, പക്ഷേ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള പല ഓപ്ഷൻസ് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് കർക്കശമായി തെറ്റാന്നും ശരിയാണെന്നൊന്നും പറയുകയല്ല, പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ന്യൂ ഡെഫിനിഷൻസും ന്യൂ ഡിസ്കഷൻ്റെ ആവശ്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ശരിയല്ലേ? ആണോ? ആ ഒരു ചിന്തകളെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ ഇന്ന് വിജയിച്ചു. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആ വിഷയത്തിൽ ഡെപ്തിലൊന്നും പോകാൻ സമയമില്ല. ഇനി നിങ്ങൾക്ക് പ്രാക്ടിക്കലി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യം. ആ അപ്പം എന്തോ പ്രായമുള്ള കുഞ്ഞാ? 4 ഇപ്പോൾ പിള്ളേർ എങ്ങനെ ചെയ്യും? അവർക്ക് ഇഷ്ടമില്ല, അവർ പോയി വാങ്ങിക്കത്തില്ല, മറ്റൊരാളെ അതിന് ഉപയോഗിക്കും. ശരിയല്ലേ? അപ്പം അവിടെ കുഞ്ഞ് എന്താ വേണം? ഈ അസർട്ടീവ് സ്കില്ല് പഠിപ്പിക്കണം. കൊച്ചിലെ തൊട്ട് നോന്ന് പറയേണ്ടിടത്ത് നോന്ന് പറയണം, അല്ലേ? നിനക്ക് വാങ്ങിക്കാവുന്ന സാധനം ഞാനിതിനെ വാങ്ങിക്കുന്നത്, നിനക്ക് വാങ്ങിക്കണം. ചിലത് വീട്ടിൽ നിന്ന് കാശെടുപ്പിക്കും, ഇവരെടുക്കത്തില്ല. കൂട്ടുകാരെ കൊണ്ട് സ്വാധീനിച്ച് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് ഇവരെന്ത് കുരങ്ങിനെ കൊണ്ടൊക്കെ ഇത് വരയ്ക്കുന്ന പോലെ ഇവർ വരങ്ങുന്ന പാവം പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് മറ്റൊരു മിടുക്കര് ആകും. ഇങ്ങനെയൊക്കെയുള്ള സ്മാർട്ട് കക്ഷികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നോന്ന് പറയേണ്ടത് നോന്ന് പറയാനും, മോക്ക് സാധനം വാങ്ങിച്ചാൽ മതി, അവർക്ക് സാധനം വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല, അതിന് അവർക്ക് സാധനം അവൾ തന്നെ പോയി വാങ്ങിക്കാൻ പറയണം എന്നൊക്കെ പറയാനുള്ള ധൈര്യം. അതിൻ്റെ പേരിൽ ഒരാൾ പിണങ്ങുകയാണെങ്കിൽ പിണങ്ങട്ടെ,
അപ്പോൾ അസർട്ടീവ് സ്കില്ലും നോ എന്ന് പറയാനുള്ള കഴിവും എന്ത് ചെയ്യും, മറ്റൊരു അൺനെസസറി പ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്ന് നമുക്കത് സത്യത്തിൽ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ആണ്. അത് കുഞ്ഞിനെ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു സ്കില്ലാണ് അത്. ആണോ? ഈ ഡ്രഗ് അഡിക്ട്സ് എല്ലാം പാവങ്ങളാണ്. ആകെ എന്തുവാ, നോ എന്ന് പറയാൻ അറിയത്തില്ല. സമ്മർദ്ദത്തിൽ നോ എന്ന് പറയാൻ അറിയത്തില്ല. 4 പേര് കൂടി അളിയാവ് എടുക്കാന്ന് പറയുമ്പോൾ ഇവൻ അങ്ങ് എടുക്കുക, ഇവൻ നോ എന്ന് പറയാൻ അറിയത്തില്ല. ഈ കൊച്ചു ബലഹീനതയാണ് പലരും അഡിക്റ്റ് ആക്കുന്നത്. അല്ല വലിയ ബലഹീനതയൊന്നുമല്ല. നമ്മളായിരിക്കും പന്ന പിള്ളേരാണ്, അല്ല നമ്മളെക്കാളും പാവങ്ങളാണ്. ചില കള്ളുടിയന്മാരെ ഞാൻ അവരുണ്ട്, ഇവർ എനിക്കിപ്പോൾ ഒരു തന്നെ മുഖത്ത് നോക്കി 2 പറയണമെങ്കിൽ വെള്ളമൊന്നും അടിക്കട്ടെ, അവൻ എന്ത് ചെയ്യും, തൊഴിച്ചിട്ട് പോയാലും മാറ്റോണ്ട് അങ്ങ് പോകും. പോയി അടിച്ചിട്ട് വന്നിട്ടേ തെറി ചെയ്യത്തുള്ളൂ. പോകുന്ന വഴിക്ക് ഒന്നും പറയില്ല. കാരണം അവന് ഒരു വെല്ലും അടിക്കാതെ മുഖത്ത് നോക്കി ഒരാളോട് റഫായിട്ട് പറയാനുള്ള ശക്തി ഇല്ല. അപ്പം അവരാണോ പാവങ്ങൾ, നമ്മളാണോ? അവരാ പാവങ്ങൾ. ഈ പാവങ്ങളാ വെള്ളം അടിച്ചിട്ട് വന്ന് ചീത്ത വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നു, ചില സ്കില്ലില്ലായ്മ ഇതിൻ്റെ എന്തുവാ, ഇതൊരു പടിയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇത്തരം എന്തുകൊണ്ട് ബലഹീനതകളൊക്കെ എന്ത് ചെയ്യണം, സ്ട്രെസ്സ്. ഇന്നലെ എനിക്കൊരു എഞ്ചിനീയർ വന്നു, എന്തോ സ്ട്രെസ്സ് കൊണ്ടാണ് വെള്ളം അടിക്കുന്നത്. സ്ട്രെസ്സിനെ നേരിടാൻ കഴിവില്ല. ഓഫീസിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായി അപ്പം പോയി വെള്ളം അടിക്കും. വെള്ളം അടിക്കുമ്പോൾ ഒരു താൽക്കാലിക കഴിവ്, ഒരു ആൻസൈറ്റി ഒക്കെ മാറും. ആ സമയത്ത് അവനതങ്ങ് ചെയ്യും. അപ്പോൾ എന്താ അവൻ്റെ പ്രശ്നം? ആൻസൈറ്റി മാനേജ് ചെയ്യാൻ അറിയത്തില്ല, സ്ട്രെസ് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. ഇത് വലിയ സ്കില്ല, ആവശ്യമുള്ളതാണോ അല്ലയോ? ആണോ? ചെറുപ്പത്തിലെ നമ്മൾ വളർത്തി എടുക്കണം. ജീവിതത്തിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ലൈഫിൻ്റെ പാർട്ടാണ്. അത് നേരിടാനുള്ള കരുത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും സബ്സ്റ്റൻസിൻ്റെ ഒന്നും ആവശ്യം ഇല്ലെന്ന്. മാത്രമല്ല, ആ കഴിവ് ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ കഴിവ് കിട്ടും. വെള്ളം അടിച്ചാൽ 4 മണിക്കൂറത്തെ കഴിവ് കിട്ടും. 4 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഗ്യാസ് പോകും. അടുത്തത് പിന്നെ കൂടുതൽ ഡോസ് അടിക്കേണ്ടി വരും. അങ്ങനെ ആ പ്രശ്നം അഡിക്റ്റായിട്ട് പോകുന്നത്. നമുക്ക് എന്താ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ 2 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യാം, അത് മാറ്റി കിട്ടുകയും ചെയ്യും. ലൈഫിൽ ഒരിക്കലും പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പം ഇങ്ങനെ ആരോഗ്യകരമായ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ നമ്മുടെ പിള്ളേരെ പ്രാപ്തിപ്പെടുത്തിയാൽ പലരും ഈ ഊന്നുവടിയെ പോയി പിടിക്കേണ്ട ആവശ്യം ഇല്ല. അതില്ലാത്തവരാണ് ഈ സബ്സ്റ്റൻസിനെ കയറി പിടിച്ച് കാര്യങ്ങൾ നേടാൻ നിൽക്കുന്നത്. അല്ലാതെ അവരാരും മോശം പേരല്ല, നമ്മളെക്കാളിലും പാവങ്ങളാണ്, വെറും പാവങ്ങളാണ്. പക്ഷേ അവർക്ക് പല ഇതുപോലുള്ള കഴിവില്ലായ്മയാണ് അവരെ ഇതിലേക്കൊക്കെ നയിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കും. ഞാൻ പറയും, ഉപദേശിമാരോട് ഇടപെടുന്നതിനേക്കാളും പാവമുള്ള കള്ളുകുടിമാർ. ഞാൻ ഒരു 5000-ഓളം ആൽക്കഹോളിക്സ് ഉണ്ട്. ഒരെണ്ണവും ഇതുവരെ എന്നോട് വഴക്കുണ്ടാക്കില്ല. കള്ളു കുടിച്ച് വരുമ്പോൾ എന്തെങ്കിലും പഠിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഒന്ന് കാലം പിടിച്ച് ക്ഷമ വയ്ക്കും. അത്രയ്ക്ക് പാവങ്ങളാണ്. അവരോട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഇല്ല. കുടിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് വരെ സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ കുടിച്ചില്ലെങ്കിൽ ഇത്രയും പാവങ്ങളും ശുദ്ധന്മാരും ഇല്ല. ഭാര്യമാരോട് ചോദിച്ചാൽ, സാറേ എന്താ വിടാത്തേ? കുടിച്ചില്ലേ പാവമാതെ, കുടിച്ചാൽ പിന്നെ സഹിക്കാനും പറ്റത്തില്ല. ഇതാണ് ഇവർ പ്രശ്നം. അതുകൊണ്ട് ഇവരൊക്കെ വളരെ ശുദ്ധം മനുഷ്യരാണ്. നമ്മളിവരെയൊക്കെ വിധിക്കാതെ മാറിയെന്ന് ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു മനസ്സ് നമുക്ക് എഴുതി തള്ളണ്ട. പലരും രക്ഷപ്പെടാൻ പറ്റും. ഒത്തിരി ഈ ആഴ്ച തന്നെ എനിക്ക് വളരെ സന്തോഷമല്ല. 2 എൻ്റെ മദ്യപാനികൾ 22 വർഷം മുമ്പേ നിർത്തിയവരുടെ മക്കളുടെ കല്യാണത്തിന് ഈ ആഴ്ച ഞാൻ പങ്കെടുത്തു. അപ്പോൾ എന്നെ 2 പേരും വന്ന് വിളിച്ചു, കണ്ടെടുത്തു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴേ ഉണ്ടായ സന്തോഷവും കല്യാണത്തിലൊക്കെ പൊതിഞ്ഞു. കാരണം സാറേ, ഞങ്ങളിങ്ങനെ നല്ല 2 കല്യാണങ്ങളായി നടത്തിയതിന് കാരണം 22 വർഷം മുമ്പേ നിർത്തിയതിൻ്റെയാണ്. അത് ഞങ്ങളെ സഹായിച്ചതിന് നന്ദി, ആ വീട്ടുകാരെ നന്ദിയൊക്കെ കണ്ടിട്ട് നമ്മളില്ല സ്നേഹം കൊണ്ട് ഉപ്പിലിട്ട് കളഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്തോ ഒരു വലിയ അനുഭവങ്ങളാണ്. അപ്പം നമുക്ക് സഹായിച്ചാൽ ഇവരൊക്കെ രക്ഷപ്പെടും. നമുക്ക് അവരെ കൈവിടാതെ സഹായിക്കുക. ഒരുത്തനാണെങ്കിൽ 3 പ്രാവശ്യം ഇറങ്ങിപ്പോയവനാണ്. പക്ഷേ അവനെ വീണ്ടും നമ്മൾ സഹായിച്ച് സ്നേഹിച്ചുകൊണ്ട് ഇപ്പോൾ അവന് 22 വർഷമായിട്ട് സുബോധത്തോടെ നിന്ന് 2 നില വീടും വെച്ച് 2 പിള്ളേരും നല്ല ഹയർ എഡ്യൂക്കേഷനായി, നല്ലവരും ജോലിക്കാരായി, കാറും വാങ്ങിച്ച് എല്ലാ സൗകര്യവുമായി 22 വർഷം കൊണ്ട്. ആരും ഒന്നും സഹായിച്ചില്ല, പിടിച്ചു നിർത്തേ ഉള്ളൂ. അവരെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾക്കും ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളവരെയൊക്കെ അവഗണിക്കാതെ ഇവരെയൊക്കെ സ്നേഹിക്കാനും അങ്ങനെയുള്ള പ്രശ്നത്തിലൊന്ന് ഇടപെടാനും ഒക്കെ പറ്റിയ പലരെയും ജീവിതത്തിൽ നമ്മൾ അവർ മറക്കാൻ വയ്യാത്ത ഓർമ്മകളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ സ്നേഹിക്കുക, മദ്യത്തെ വെറുക്കുക, മദ്യപാനിയെ സ്നേഹിക്കുക. കർത്താവ് പാവിയെ വെറുത്ത് പാവത്തെ വെറുത്ത് പാവിയെ സ്നേഹിച്ച പോലെ നമുക്കും പാവിയെ സ്നേഹിക്കുകയും പാവത്തെ വെറുക്കുകയും ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പേരായി. ഞാൻ പറഞ്ഞാൽ നമ്മൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് വലിയൊരു സാക്ഷ്യമാണ്. വലിയ നിങ്ങൾ നല്ല ഫാമിലി ലൈഫ് നയിക്കുക, അത് തന്നെ ഇന്ന് ലോകത്തിന് വലിയൊരു മോഡലാണ്. നമ്മുടെ ജീവിതം പലരും വന്ന് ചോദിക്കും, നമ്മളെ അത് അനുകരിക്കും. അതുകൊണ്ട് ഈ തകരുന്ന കുടുംബങ്ങളുള്ളിടത്ത് നമ്മൾ നല്ല മാതൃകയുള്ള കുടുംബം നയിക്കുന്നത് തന്നെ മറ്റുള്ളവർക്കൊരു വലിയ വെളിച്ചമായിട്ടത് മാറത്തില്ലേ? മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഞാൻ റാന്നിയിലെ നമ്മുടെ സഭ ശിവൻകുന്നിലെ ഞാൻ ഒരു ടോക്ക് കഴിഞ്ഞിട്ട് അവിടുത്തെ 2 സഹോദരന്മാരെ അവരെ എല്ലാം ഫ്രണ്ട്സ് ഫാമിലി ഒരു 60 ഫാമിലിയെ വിളിച്ച് വൈകിട്ട് ഒരു ഡിന്നർ മീറ്റിന് 60 ബ്രദറുകാരല്ലാത്തവർ 2-3 ബ്രദറുകാർ വിളിച്ചു, ബാക്കിയുള്ളവരെല്ലാം ബ്രദറുകാരല്ലാത്തവരെ വിളിച്ചു. എല്ലാവരും 5-10 ഫാമിലിയെ വിളിച്ചു. എല്ലാവരും കൂടെ വന്നു. വൈകിട്ട് ഞങ്ങളൊരു ഇതുപോലെ ഒരു ഫാമിലി മീറ്റ് എല്ലാം കൂടെ നടത്തി കുറച്ച് ഡിസ്കഷനും ഫാമിലി ഇഷ്യൂ എന്തോ ഒരു വൈകിട്ട് ഒരു ഡിന്നറും കൊടുത്ത് വിട്ടു.
നമ്മളൊരു കൺവെൻഷൻ നടത്തുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരുന്നു. 60 നമ്മൾ കൺവെൻഷൻ വെച്ചാൽ 60 അവിശ്വാസികൾ വരുള്ളൂ. ഇത് അന്ന് ഒരു ഊണിൻ്റെ ചിലവേ ഉള്ളൂ. നല്ലത് അവിടെ 2 പേര് രക്ഷിക്കപ്പെട്ട 2 പേര് അവർ സാക്ഷി പറഞ്ഞു. ഈ സാക്ഷി ഇവർ 60 പേരും സുഖമായിട്ടിരുന്ന് കേട്ടിരുന്നു. എൻ്റെ 2.5 മണിക്കൂർ ക്ലാസ്സുകൾ എടുത്തു, ഒരു ഊണും കൊടുത്തു. വളരെ സന്തോഷമായിട്ട് 60 പേരെ റീച്ച് ചെയ്യാൻ പറ്റി. ഇങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റും. പറ്റുമോ? പറ്റും. പെരുമ്പാവൂർ ഈയിടെ അങ്ങനെ ചെയ്തു. 130 ഫാമിലി വന്നു ഗെറ്റ് പറഞ്ഞു. എല്ലാവരും വിശ്വാസികളേ അല്ല, പക്ഷേ 10 വിശ്വാസികൾ കൂടി ഒരു ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാമിന് 10 പേര് അവരെ ഫ്രണ്ട്സായപ്പോൾ 10 പേരെ വിളിച്ചു, 100 പേര് വന്നു. എന്തൊരു വലിയ മീറ്റിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇന്ന് ധാരാളം മിഷൻ ഉണ്ടോ ഇല്ലയോ? പ്രത്യേകിച്ച് ഫാമിലി ടോക്ക് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എല്ലാ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്രയും ഗൈഡൻസ് കേൾക്കാൻ പലരും എന്ത് ചെയ്യും, വരും. നമുക്ക് ആകെ ചെറിയൊരു ഹോൾ എടുക്കണം, ഒരു ഗുണം കൊടുക്കണം, ഇത്രയൊക്കെ ഉള്ളൂ. അവർക്കും സന്തോഷം. വൈകിട്ട് ഒരു ഫാമിലി മീറ്റിന് ഒരു ഗുണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗസ്റ്റായിട്ട് വിളിച്ച് പോയി. നമുക്ക് ഇത്ര സ്പെൻഡിങ്ങേ ഉള്ളൂ, പക്ഷേ ഭയങ്കര എഫക്റ്റീവായ മിനിസ്ട്രി ഇപ്പോഴും ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പുതിയ സാധ്യതകൾ ഇപ്പം വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അൺറീച്ചിനെ റീച്ച് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിൽ വരാത്തവരൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മിഷൻസിൽ കൂടെ വരാൻ പറ്റും. അങ്ങനെ ഒത്തിരി. എനിക്ക് 55% എൻ്റെ ക്ലയൻസ് നോൺ ക്രിസ്ത്യൻസാണ്, 10% മുസ്ലിങ്ങളാണ്. എൻ്റെ മൊത്തം ക്ലയൻസിൻ്റെ 10% മുസ്ലിങ്ങളാണ്. സാധാരണ എവിടെയെങ്കിലും നമുക്കൊരു മുസ്ലിമിന് നമ്മുടെ റീച്ചബിൾ വരുമോ? പക്ഷേ ഇവർ ഈസി ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിന് വരും. നമുക്ക് അതുകൊണ്ടാണ് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ യു ക്യാൻ ക്യാച്ച് പീപ്പിൾ ആൻഡ് ഡു ലോട്ട് ഓഫ് മിഷൻ. നമുക്ക് ഈ വിധത്തിൽ അത് എഫക്റ്റീവായിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുക. നമുക്ക് എങ്ങനെയൊക്കെ അൺറീച്ചിനെ റീച്ച് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ലോട്ട് ഓഫ് ചാൻസസ് ഉണ്ടെന്ന് ഞാൻ ഓപ്പണായിട്ട് പറയും. ഞാൻ 3 വിധത്തിലുള്ള പ്രോഗ്രാമാണ് ഇപ്പം ഞങ്ങൾ 4 വിധത്തിൽ. ഒന്ന്, ഇതുപോലെ ഔട്ട്റീച്ചുകൾ നടത്തി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഇതതിൻ്റെ ഈ മാസം നടത്തുന്ന ഒത്തിരി പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ 3 പെന്തിക്കോസ്റ്റ് ചർച്ചസിലൂടെ പ്രോഗ്രാമുണ്ട് ഇതുപോലുള്ള ഇത്. മറ്റൊന്ന്, ഞങ്ങൾ പ്രീമാറ്റൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഒരാഴ്ച മുമ്പേ, ഇനിയും ഇപ്പം ആരും പോകുന്നില്ല, അഥവാ പോയാലും 2-3 ആഴ്ച മുമ്പേ, കല്യാണത്തിന് മുമ്പേ 2 ആഴ്ച മുമ്പേ ഒരു കൗൺസിലിംഗ് ക്ലാസ് എടുക്കും. ഇതുകൊണ്ട് കാര്യമില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ പയ്യൻ, നമ്മൾ പറയുക എ മെയിൽ ഷുഡ് ബി ദ ഹെഡ് ഓഫ് ദ ഫാമിലി. നമ്മുടെ ആമ്പിള്ളാരിൽ ക്രൈസ്റ്റിലേക്ക് ഹെഡ്ഷിപ്പ് ക്വാളിറ്റി ഉള്ള എത്ര ആമ്പിള്ളാരുണ്ട്? വെറും ഹെഡല്ല, എന്തുവാ ക്രൈസ്റ്റിലേക്ക് ഹെഡ്. ക്രൈസ്റ്റിലേക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ വെറും സർസിപ്പീസ് ഹെഡാകുന്ന പോലെ അല്ല, മീശ വിരിക്കുകയും കണ്ണൂരിട്ട് ഒന്നുമല്ല. ക്രൈസ്റ്റിലേക്ക് ഹെഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വലി മെൻ്റലി മച്ചുറായ ഒരു പയ്യനെ കൂടെ പറ്റും. ശരിയല്ലേ? അതിന് എത്ര വർഷത്തെ ട്രെയിനിങ് വേണം എന്ന് പറഞ്ഞാൽ, ഒരു 10-20 വയസ്സ് തൊട്ടേ വിവാഹം കഴിക്കാനുള്ള പിള്ളേരെ വിവാഹത്തിന് വേണ്ടി ഒരുക്കണം. മണി മാനേജ് ചെയ്യാൻ കല്യാണത്തിന് തലേ വെച്ചൊരു ക്ലാസ് കേട്ടോണ്ട് കാര്യമുണ്ടോ? ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണ്ടേ, എങ്ങനെ ഇത് ഒരാഴ്ച മുമ്പേ ക്ലാസ് കേട്ടോണ്ട് സ്കില്ല് കിട്ടുമോ? ഇല്ല. സംസാരിക്കണ്ടേ എങ്ങനെയാ? നമ്മൾ ചിലരോട് ഇരുന്നാൽ സംസാരിക്കാൻ തോന്നും, ചിലരോട് ഇരുന്നാൽ നമുക്ക് സംസാരിക്കാൻ തോന്നത്തില്ല. തോന്നുമോ? അപ്പോൾ ഒരു സംസാരിച്ചിട്ടല്ല ഒരാളോട് അടുപ്പിക്കാൻ പറ്റുമോ? സംസാരിച്ച ഒരാളുമായിട്ട് കൃത്യമായ ബന്ധം ഉണ്ടാക്കാൻ എത്ര പേർക്കറിയാം? ഒരു പ്രശ്നം ഉണ്ടായാൽ പിണങ്ങിയതല്ലയോ, അത് പറഞ്ഞു തീർക്കാൻ കഴിവുള്ളവർ എത്ര ഉണ്ട്? പറഞ്ഞു തീർക്കാൻ അറിയാത്ത ഒരു കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? പ്രശ്നം ഉണ്ടായാൽ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകും. ആരും അറിയാതെ കിടക്കറ ഇരുന്ന് ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞു തീർക്കാനുള്ള സ്കില്ല് വേണം. ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് സ്കില്ല്. ഈ സ്കില്ല് എത്ര പേർക്കുണ്ടായിട്ടാണ് കല്യാണം കഴിക്കുന്നത്? അപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായാലും എന്തുവാ, അവർ കൈകാര്യം ചെയ്തില്ല, പിന്നെ കണ്ടവരെല്ലാം കയറി അത് ഇടപെട്ട് കുളമാക്കും. ശരിയല്ലയോ? നമ്മുടെ എല്ലാം വീട്ടിൽ പ്രശ്നമുണ്ട്, നമുക്ക് നമ്മുടെ പ്രശ്നം തീർക്കാം. എൻ്റെ ഭാര്യയുടെ പ്രശ്നം ഉണ്ടായാൽ ലോകത്ത് ഇതുവരെ ആരും അറിയാതെ ഞങ്ങളുടെ കിടക്കറയെ തീർക്കാൻ അറിയാം. അത്രയേ ഉള്ളൂ പ്രശ്നം. അത്രയും കഴിവ് മതി. പോരെ? അവൾ എത്ര പിണങ്ങിയാലും ഇണക്കാൻ എനിക്കറിയാം. ഞാൻ എത്ര പിണങ്ങിയാലും അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ എന്നെ ഇണക്കിയിരിക്കാൻ നമുക്ക് അറിയാം. അത്രയും സ്കില്ലുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ എങ്ങും അതിര് വിട്ട് ബന്ധ പ്രശ്നം ഉണ്ടാകുമോ? പക്ഷേ ഇത് എത്ര പേർക്കറിയാം? ഇല്ലാത്തവരെന്തേ ഒരാഴ്ചയൊക്കെ 2 ആഴ്ചയൊക്കെ പിണങ്ങിയിരിക്കുക, മിണ്ടത്തില്ല. ഇങ്ങനെ പോയാൽ അത് പ്രശ്നമാകും. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി എസെൻഷ്യൽ സ്കില്ല് ഒരു വിവാഹത്തിന് മുമ്പേ പഠിക്കണം. കേട്ടായോ? ഒരു കുടുംബ നേതൃത്വം ഉണ്ടാകും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് സ്കില്ല്, മെയിൽ ഫീമെയിലിനെ മനസ്സിലാക്കും. അവരാണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന വാക്യത്തിന് വലിയ അർത്ഥമുണ്ട്. ആണ് പോലല്ല പെണ്ണ്, പെണ്ണ് പോലല്ല ആണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ
കൃപയോടുകൂടെ പ്രാർത്ഥനയ്ക്ക് മുടക്കാൻ വരാതിരിക്കണമെങ്കിൽ വളരെ എന്തുവാ ലീവ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, വളരെ മനസ്സിലാക്കി പെരുമാറിയില്ലേ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ സ്കില്ലിൽ ഭയങ്കര കഴിവാണ് ആണല്ലോ. അറിവും വേണം, സ്കില്ലും വേണം. ഇത് വളർത്തിയെടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 10-20 വയസ്സ് തൊട്ടേ നമുക്ക് പ്രീമാറ്റൽ ഓറിയൻറ്റേഷൻ കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്ക് എന്ത് ചെയ്യും, അവരുടെ വ്യക്തിത്വത്തിൽ വികസിപ്പിക്കേണ്ട വൈകല്യങ്ങൾ എന്തോ, മാറ്റിയെടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ആ 3-4 വർഷം കൊണ്ട് മാറ്റിയെടുക്കാൻ സമയം കിട്ടുകയും ചെയ്യും. പരീക്ഷ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഒരു ക്ലാസ് കേട്ടുകൊണ്ട് അവയർനെസ്സേ ഉണ്ടാകുന്നുള്ളൂ, പ്രശ്നം മാറുന്നില്ല. ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഒന്ന്. അതുപോലെ തന്നെ പോസ്റ്റ് മാരിറ്റൽ, നമ്മൾക്കറിയാം ഇപ്പോൾ കൊച്ചുങ്ങളുള്ളവർ, അവർക്കുള്ള പ്രശ്നങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ കല്യാണം കഴിച്ച ഈ ബിഗിനിങ് 1 ഇയറിലാണ് ഒരു റൊമാൻസൊക്കെ കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ തൊട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തോന്നുന്നത്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു കല്ലിലേ കിടക്കുക. ഒരാൾക്ക് ഫാൻ വേണം, ഒരാൾക്ക് ഫാന് അത്ര ഇട്ടാൽ തണുക്കും. രണ്ടും കൂടെ ഒരു കല്ലിലേ കിടക്കാൻ പറ്റുമോ? ഒരു ഫാനിൻ്റെ കീഴിൽ. ഒരാൾക്ക് AC 18 ഇടണം, ഒരാൾക്ക് 18 ഇട്ടാൽ തണുക്കും. പക്ഷെ അതുപോലെ ഒരാൾക്ക് വെറ്റ് ബാത്റൂം ഒക്കത്തില്ല. ഒരാൾ ഇന്നീറ്റാ ഉടനെ വിരിച്ചിടണം, മറ്റേ ഒരാൾ നീ പോയി കാപ്പിയോ കുടിച്ചിട്ട് വന്ന് വിരിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു മുറി താമസിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുമല്ലോ. എല്ലാം സ്പിരിച്വൽ ഇഷ്യൂ ഒന്നുമല്ല, നമ്മളെല്ലാം സ്പിരിച്വലൈസ് ചെയ്തു. ഇത് വല്ല സ്പിരിച്വൽ ഇഷ്യൂ ആണോ? തണുപ്പിൻ്റെ പ്രശ്നമാണ്, സ്കിന്നിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോഴാണ് 3 വർഷത്തിന് മുമ്പായി ഇപ്പോൾ ഡിവോഴ്സ് റേറ്റ് ഏറ്റവും ഹയസ്റ്റ്. കാരണം 6 മാസത്തെ റൊമാൻസ് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു 2-2.5 വർഷം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇടയ്ക്കാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈ ഇഷ്യൂവിനകത്ത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു വീട്ടുകാർ കയറി ഇടപെടും. പണ്ടൊക്കെ നമ്മുടെ വീട്ടുകാർ തീർക്കാനാണ് നോക്കുന്നത്. ഇപ്പോൾ എന്തോ ചെയ്യും, അവരവരുടെ മക്കളുടെ കൂടെ ഭക്ഷണം നിന്നിട്ട് കുളമാക്കും. ഇതാണ് വീട്ടുകാർ തന്നെ മിക്കവാറും ഫാമിലി പ്രോബ്ലംസ് കുളമാക്കുന്നത്. അവരവരുടെ മറ്റേ സ്വന്തം മക്കളുടെ കൂടെ നിൽക്കത്തില്ല, ഓപ്പോസിറ്റ് കൂടെ നിൽക്കും. അവൻ അങ്ങനെ പറഞ്ഞു, നീ ഒന്ന് അടക്കടി എന്ന് പറഞ്ഞ് സ്വന്തം മക്കളുടെ കൂടെ നിൽക്കത്തില്ല, മറ്റേ ആളുടെ കൂടെ നിൽക്കും. അപ്പോൾ പ്രശ്നം തീരാൻ എളുപ്പമാണ്. ഇപ്പോൾ എന്തോ ചെയ്യും, അവരവരുടെ മക്കളുടെ കൂടെ നിൽക്കും, മറ്റേ ആ കേൾക്കാൻ ആകും, അത് 2 പക്ഷവും ആകും. അപ്പോൾ അവരുടെ വീട്ടുകാർ അതിന് കീറി പിടിക്കും, ഇഷ്യൂ ആക്കും. ഇതിങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ റീസെൻറ്റ് ചേഞ്ചസിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ആ സ്റ്റേജിലുള്ളവരെ എങ്ങനെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസിനെ അവരെ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? മധ്യവയസ്കിലുള്ള പിള്ളേർ, ഇപ്പം ടീനേജ് പിള്ളേരുള്ള എല്ലാ വീടുകളിലും പ്രശ്നമാണ്. മിക്കവാറും എന്തോ ചെയ്യും, ആ മക്കൾ തെറ്റിയാൽ ഉടനെ ഈ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കാൻ, നീ വളർത്തിയ കുഴപ്പമാണ്, നിങ്ങളിവിടെ ഇല്ലാത്ത കുഴപ്പം, എന്നിട്ട് അങ്ങോട്ട് ആരാ കുഴപ്പക്കാരെന്ന് കണ്ടുപിടിക്കുക. എന്തുവാ? എന്നിട്ട് രണ്ടും കൂടെ വഴക്കുണ്ടാക്കും. അവസാനം എന്തോ ഈ കൊച്ചിൻ്റെ പ്രശ്നം തീരത്തുമില്ല, ഇവർ തമ്മിൽ അടുത്ത പ്രശ്നം കൂടെ ഉണ്ടാക്കും. അതേസമയം ആ സമയത്ത് ഒന്നിച്ച് നിന്ന് പരസ്പരം ബ്ലെയിം ചെയ്യാതെ ആ പ്രശ്നത്തെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അപ്പോൾ ആ പ്രായത്തിലുള്ളവർക്ക് ഓരോ പ്രശ്നം, മുമ്പേ പറഞ്ഞ പോലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആണോ? നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളാണ്, നമ്മളൊന്നും ഊഹിക്കാത്ത പ്രശ്നങ്ങൾ ഇന്നത്തെ പിള്ളേർ അനുഭവിക്കുന്നുണ്ട്, ആ പ്രായക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റേജിൽ ഓരോ വിഷയങ്ങൾ ഉണ്ട്. പിള്ളേരെല്ലാം പോയി, ഭാര്യയും ഭർത്താവും തന്നെയായി, അപ്പോഴത്തെ വേറെ വിഷയങ്ങൾ. പ്രായമുള്ളവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ? പല പ്രായമുള്ളവരും ഭയങ്കര കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. പിള്ളേർ മധ്യവയസ്കരെ വരെ സ്വസ്ഥത കളയുന്ന പ്രായമുള്ളവരുണ്ട്. വാർദ്ധക്യത്തെ മാനേജ് ചെയ്യാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? സത്യത്തിൽ ലൈഫിലെ ഏറ്റവും സുന്ദര സമയം വാർദ്ധക്യമാണ്. നല്ലപോലെ കൈകാര്യം ചെയ്താൽ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്യാവുന്ന സമയമാണ്. പക്ഷേ പലരും അലമ്പാക്കും, കയ്യിലിരിപ്പുണ്ട്. അത് വീട്ടുകാരെ പറഞ്ഞല്ലോ, കയ്യിലിരിപ്പ്, കുറ്റം പറയുക, ചെയ്തതിന് നന്ദിയില്ല. ചെയ്തതിന് നന്ദി സ്വന്തം മരുമകളോട് പറയുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. എന്തോ കുറ്റം പറയാമെന്ന് പറഞ്ഞു എടുക്കുന്നു. അതേസമയം ചിലരാണെങ്കിൽ അമ്മയെക്കാളും അമ്മായിമ്മയെ ഇഷ്ടമുള്ളവർ എനിക്ക് ക്ലൈൻസ് ഉണ്ട്. അമ്മയെ ഇഷ്ടമല്ല, അമ്മയുടെ 10 ഇരട്ടി അമ്മായിമ്മയെ ഇഷ്ടമാണ്. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് അവർ തമ്മി. അങ്ങനെ അറ്റാച്ച്മെൻറ്റ് എടുക്കുന്നവരുണ്ട്. അപ്പനേക്കാളും ഇഷ്ടമുള്ളവരുണ്ട്. കാരണം അവർ തമ്മിലുള്ള നല്ല ബന്ധമാണ്. അപ്പോൾ ഈ ബന്ധം ഉണ്ടാക്കാനും പറ്റും, കളയാനും പറ്റും. അപ്പോൾ ഇതൊക്കെ ചെറിയ ചില ബിഹേവിയർ പ്രശ്നം കൊണ്ടായിരിക്കും, പക്ഷേ ഇത് അവരവരറിയുന്നില്ല, ഇത് കുളമാക്കും. പക്ഷേ ജീവിതത്തിൻ്റെ വാർദ്ധക്യം അങ്ങനെ അലമ്പായ ഇത് കൂടുതൽ ജീവിതം ഒരു മോശമാകാനില്ല കേട്ടോ. അതേസമയം ലൈഫ് നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്താൽ ഓൾഡ് ഏജ് ഏറ്റവും നല്ല ഭംഗിയാക്കാനും പറ്റും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ പേജിലുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ച് തുറന്ന് സഭകളിൽ ചർച്ച ചെയ്യുകയും അത് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പല വിഷയങ്ങളും മാറി നമ്മുടെ സഭകളും വ്യക്തികളും ഒത്തിരി മെച്ചമാകും. പക്ഷേ ഇതൊന്നും തുറന്നാരും പറയത്തുമില്ല, ഹാൻഡിൽ ചെയ്യത്തില്ല. പ്രശ്നങ്ങളെ ഒതുക്കിയില്ലെന്ന് വെക്കും, പിന്നെ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ എല്ലാവരും അറിയുകയും ചെയ്യും. ഇപ്പോൾ കേസിന് പോകാൻ ആർക്കും നാണം കേടാ, പക്ഷേ കൗൺസിലിംഗ് പോകുന്ന നാണം കേടാ. കേസിന് പോകാനൊരു പ്രശ്നമില്ല, നല്ല ഈസി ആയിട്ട് കുടുംബ കേസ് പോകും. 5 ലക്ഷം രൂപയെങ്കിലും മുടക്കിയാലേ ഇപ്പോൾ ഒരു ഡിവോഴ്സ് കിട്ടത്തുള്ളൂ. പക്ഷേ എന്തോ ചെയ്യും, 10,000 രൂപ മുടക്കി കൗൺസിലിംഗ് പോയാൽ സെറ്റിൽ ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അത് നാണം കേടാ. ഇതാ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടാകണം. നമ്മളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് സീക്കുന്നതിന് നാണം കേടൊന്നും ഇല്ല. കേസിന് പോകുന്നതൊക്കെ ഇല്ലേ നാണം കേട്? നമുക്ക് നമ്മുടെ അകത്ത് തന്നെ തീർക്കത്തില്ലേ?
അപ്പോൾ ഇത്തരം സ്വകാര്യ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി ഇത്തരം കാര്യത്തെക്കുറിച്ച് പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഹാപ്പി ആകാൻ പറ്റും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സഭകൾ കുറച്ചുകൂടെ ഒന്ന് ഉണരണം. ചിലപ്പോൾ ഒരു സഭയ്ക്കായിട്ട് അത്രയും പ്രോഗ്രാം നടത്തുന്നില്ലായിരിക്കും, പക്ഷേ 4-5 സഭകൾ കൂടിയാൽ എന്ത് ചെയ്യാം, സീനിയർ സിറ്റിസൺസിന് മാത്രമായിട്ടൊരു അവരുടെ ചലഞ്ചസും അവരുടെ വെല്ലുവിളിയും അതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം ഒരു പ്രോഗ്രാം വെക്കാം. കൊച്ചുമക്കളെ വളർത്തുന്നതിന് അത് വലിയ പ്രശ്നമാണ്. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, സ്വന്തം മക്കളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, കൊച്ചുമക്കളോട് ഭയങ്കര ലീനിയൻ്റാണ്. ചിലരാണെങ്കിൽ അപ്പനും അമ്മയും പിള്ളേരെ വളർത്താൻ വേണ്ടി നമുക്കൊരു സെക്കൻഡറി റോളേ ഉള്ളൂ, നമ്മൾ പ്രൈമറി റോൾ എടുക്കാൻ പോകരുത്. ചിലർ എന്ത് ചെയ്യും, അപ്പം പിന്നെ അവരെ മക്കളെ അവരെന്നാ വളർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ എന്ത് ചെയ്യരുത്, പ്രൈമറി റോൾ എടുക്കരുത്. മാത്രമല്ല നമ്മൾ വളർത്തിയ 40 വർഷം മുമ്പുള്ള പല ട്രെയിനിങ് പ്രോഗ്രാമും ഇന്നത്തെ കൊച്ചുങ്ങളെ വളർത്തുന്നതിന് അപ്രോപ്രിയേറ്റ് അല്ല. ഇവർ അടുത്ത 40 വർഷമാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ആ 40 വർഷത്തേക്ക് പലതും സൂട്ടബിൾ അല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കൾക്ക് ആ പ്രാഥമിക റോൾ കൊടുക്കുക, നമ്മൾ സെക്കൻഡറി റോൾ എടുക്കുക. ഇങ്ങനെ ഒത്തിരി പുതിയ വിഷയങ്ങൾ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു തുറന്ന് ചർച്ചകൾ വേണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതൊരു തുടക്കവും ചിന്തയും ഇടുവാണെങ്കിൽ നമുക്ക് നാളുകളിൽ വലിയ മാറ്റങ്ങൾ പലയിടത്തും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ചുകൂടി ജനറലായിട്ടുള്ള ക്ലാസ്സസിന് വിട്ടിട്ട് കുറച്ചുകൂടെ വളരെ സ്പെസിഫിക് വർക്ക് ലൈഫ് ബാലൻസ് ഞാൻ ഈ ആഴ്ച മഴവിൽ മനോരമയുടെ ക്രൂവിന് വേണ്ടി എടുക്കാൻ പോകും. ഈ ആഴ്ച കൊച്ചിയിലെ ഒരു ക്രൂവിന് വേണ്ടി അവരിങ്ങോട്ട് ചോദിച്ചാൽ വർക്ക് ലൈഫ് സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യും, വർക്കും ലൈഫും തമ്മിലുള്ള സ്ട്രെസ് ഇതെല്ലായിടത്തും കൊണ്ടിപ്പോൾ ഉണ്ട് അല്ലേ, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനുള്ളത്. പക്ഷേ ഒരു സെക്കുലർ ഓഡിയൻസിന് പോലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് തോന്നി തുടങ്ങി. പക്ഷെ നമ്മളിപ്പോഴും അതൊക്കെ എന്ത് ചെയ്യുന്നു, നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പുതിയ തുടക്കം കുറിച്ചാൽ ധാരാളം ശുശ്രൂഷയ്ക്കും നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്താക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ഓപ്പൺ ഡിസ്കഷൻ ചെയ്യാൻ നിങ്ങൾ ഇത്രയും താമസിച്ചു. ഈ മഴയും വെച്ച് ഇത്രയും വന്ന നിങ്ങളെല്ലാം ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹനതയോടെ ഇരുന്നതിനും എല്ലാവരും ഇൻട്രസ്റ്റീവായിട്ട് ഇപ്പോഴും എൻ്റെ കണ്ണി നോക്കിയിരിക്കുന്നു, ആരും പോകാൻ എടുക്കുകയൊന്നും കാണിക്കുന്നില്ല. വളരെ നന്ദി. നമ്മുടെ 3 ഡേ പ്രോഗ്രാംസ് ഒന്ന് പ്രീമാറ്ററുണ്ട്. കപ്പിൾസിൽ ഓരോ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടി ഇതുപോലെ 2.5 പ്രോഗ്രാം ഫാമിലി എൻട്രീസ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നമ്മുടെ സഭയിലെ എൽഡേഴ്സിന് വേണ്ടിയും ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടിയും. കാരണം ഇത്തരം പ്രോബ്ലംസ് വന്ന ആദ്യം വരുന്ന ആരംഭിലാണ് ചർച്ച് ലീഡേഴ്സിൻ്റെ ഇടയിലാണ്. പക്ഷേ അവർ പലതും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങളുമുണ്ട്, നമ്മൾ റെഫർ ചെയ്യേണ്ട കേസുകളുമുണ്ട്. ശരിയല്ലേ? ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷനാണ്, നിങ്ങളെന്തോ ചെയ്യാണ്, എന്തോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും പറ്റത്തില്ല, അത് നിങ്ങൾ ചെയ്യാൻ ഡിപ്രഷനാണ്, അത് നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾക്ക് സംശയരോഗമാണ്, അത് നിങ്ങളല്ല സ്പെഷ്യലിസ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട വിഷയങ്ങൾ എന്തോ, അതേസമയം ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും സംസാരവും സൗന്ദര്യപ്പടക്കമാണെങ്കിൽ നമുക്ക് തീർക്കാം. അപ്പം നമ്മൾ അത്യാവശ്യ കേസുകൾ ഡീൽ ചെയ്യാൻ പഠിക്കുകയും അതേസമയം സീരിയസ് ആയിട്ടുള്ള കേസ് ഹാൻഡിൽ ചെയ്ത് കുളവാക്കാതിരിക്കാൻ പഠിക്കുകയും വേണം. ഇത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ അതുകൊണ്ട് ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു ഇവാഞ്ചലിസ്റ്റുകളും വേണമെന്നില്ല, ചർച്ച് എൽഡേഴ്സും അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ താല്പര്യമുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. ഇത് ഭയങ്കരമായിട്ടൊരു ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ പല പാസ്റ്റേഴ്സ് ഗ്രൂപ്പിനോട് പറഞ്ഞപ്പോൾ അവരെല്ലാം താല്പര്യപ്പെട്ടിരിക്കുക. പക്ഷേ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യും. ഇതൊരു ഞാൻ KM-ഭട്ടിനോടൊക്കെ ഒന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക, കാരണം എങ്ങനെയും ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയ അധികം പേരൊന്നും വേണ്ട, 20 പേര് ഏറ്റവും നല്ല കപ്പിളായിട്ട് ഫാമിലി വരുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഹസ്ബൻഡ് വൈഫും കൂടെ ആ കാര്യത്തിൽ പോയി ഡീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകും. അതുകൊണ്ട് 2 പേരും കൂടെ ഒരു 10 കപ്പിൾ കിട്ടിയാൽ വി വിൽ റെഡി ടു കണ്ടക്ട് പ്രോഗ്രാം. 10 കപ്പിൾ, ജസ്റ്റ് 10 ഫാമിലി നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ നമുക്ക് അത്തരം പ്രൈമറി ഇൻ്റർവെൻഷൻ ചെയ്യാം. ഇതുപോലുള്ള ചില നല്ല ഇനിഷ്യേഷൻ ഈ പ്രോജക്റ്റ് എൻ്റെ ഒരു കൺസേൺ ആണ്. നമുക്ക് എന്തെങ്കിലും ഈ തകരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് വലിയ മിഷൻ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് എക്യുപ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് ടീം വർക്കായിട്ട് ചെയ്യാം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യാം. ഇത് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോട്ടിരുന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മളിത് കേട്ടു പോകുമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കുക. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ആരെങ്കിലും ഷൈൻ ബ്രദറിനെയോ എന്നെയോ സാമിച്ചാനെയോ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ മതി, ഞങ്ങൾ അതിനകത്ത് വേണ്ട ഫർദർ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക, അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അതിൻ്റെ ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കുക, അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത്, അവിടെ ഇഷ്യൂസ് ഉള്ളവരവിടെ വരുന്നത് അങ്ങനെയുള്ളവരെ സഹായിക്കുക. ഒത്തിരി 100 കണക്കിന് 1000 പേരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താനും ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും തകർന്ന കുടുംബങ്ങളെ പത്തനംതിട്ട കോടതിയിൽ നിന്ന് നമുക്കാണ് ഇപ്പോൾ റെഫർ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് റെഫറൽ കിട്ടാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഇടപെടാൻ ദൈവം അവസരം തരുന്നു. നിങ്ങൾ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. വരുന്ന ദിവസങ്ങളിൽ അൺരജിസ്റ്റേഡ് ആയിട്ടുള്ള നമുക്ക് സാധാരണഗതി കിട്ടാത്ത അവർ പ്രോബ്ലം വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ വേണ്ട അവർക്ക്, പക്ഷേ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുമ്പോൾ വളരെ നല്ല ഓപ്പൺനെസ് ഉണ്ട്, ജാതിമത വ്യത്യാസമില്ലാതെ ഓപ്പൺനെസ് ഉണ്ട്. ഇത് നമുക്ക് വലിയ മിഷൻ സാധ്യതയ്ക്കുള്ളൊരു സാധ്യതയാണ്. നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും
ഈ കാലഘട്ടത്തിൻ്റെ ഈ ആവശ്യത്തിന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക. ഈ ഒരു കോളാണ് എനിക്ക് ദൈവം കിട്ടിയത്. മെൻ്റൽ ഹെൽത്തിന് ഈ ഒരു നീഡ് നേരത്തെ തന്നെ ദൈവം കണ്ടിട്ട് ആ ഫീൽഡിലേക്ക് എന്നെ വിളിച്ചാൽ അതെനിക്കൊരിക്കലും സംശയം തോന്നിയിട്ടില്ല. ദൈവം എല്ലാ ദിവസവും എന്നെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും കൃപയ്ക്ക് വേണ്ടിയും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാനും ചില ആത്മാക്കളെ നിത്യതയെ കാണാൻ ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു.